നിന്റെ പ്രാർത്ഥന മുള്ളും പറക്കാരയും നിറഞ്ഞതാണോ, അതോ ഏദൻ തോട്ടം പോലെയാണോ? നിന്റെ ആവശ്യങ്ങളെ കർത്താവിനോട് അറിയിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ പ്രാർത്ഥനയെന്ന് പറയുന്നത്. കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദൈവം നൽകി തന്ന അനുഗ്രഹങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദൈവത്തോടുള്ള ആത്മബന്ധമാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നീയും ദൈവവും തമ്മിലുള്ള ഹൃദയം കൊണ്ടുള്ള സംസാരം, അതാണ് യഥാർത്ഥ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഇന്നീ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദനേ, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? പരാതികളെയും പരിഭവങ്ങളെയും പറഞ്ഞ് മുള്ളും പറക്കാരെയും നിറഞ്ഞ നിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വരികയില്ല. എന്നാൽ ഏദൻ പൂങ്കാവനം പോലെ കർത്താവിൻ്റെ നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് അടുത്തു ചെല്ലാൻ, അവൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരിക തന്നെ ചെയ്യും. വെയിലാറിയപ്പോൾ തൻ്റെ മക്കളെ കാണേണ്ടതിന് കർത്താവ് ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വസ്ഥമായിരിക്കുമ്പോൾ, സമാധാനത്തോടെ ഇരിക്കുമ്പോൾ നിൻ്റെ സ്വസ്ഥതയ്ക്കകത്തേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരിക തന്നെ ചെയ്യും. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി നന്ദിയുള്ള ഹൃദയത്തോടെ നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ നിൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ഇറങ്ങി വരിക തന്നെ ചെയ്യും.